എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഈ പഠിക്കുന്ന എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ റിവൈൻഡ് സ്റ്റഡി എങ്ങനെ, റിവേഴ്സ് സ്റ്റഡി എങ്ങനെയായിരിക്കണം, അവിടെ അതിനകത്തെല്ലാം എല്ലാം അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഈ അധ്യായത്തിലൂടെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ മക്കളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മനസ്സിനെ അടുക്കി പറക്കി വൃത്തിയും മീറുമായിട്ട് ശീലിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. സൺഡേ വീക്കെൻഡിൽ നമ്മൾ റിവൈൻഡ് സ്റ്റഡി വെച്ചു, അതെല്ലാം ഇതുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് അവധി ദിവസം വരുന്ന സമയത്ത്, ഈ സൺഡേ ഒക്കെ അല്ലെങ്കിൽ അല്ലാതെ അവധികൾ കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ? നിങ്ങൾക്ക് ഏറ്റവും നല്ല അടുക്കും ചിട്ടയും നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ സ്വഭാവത്തിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ അമ്മയ്ക്കൊപ്പം അടുക്കളയിൽ കയറണം. അത് ആൺകുട്ടിയും കയറാം, പെൺകുട്ടിയും കയറാം. കയറിയിട്ട് പാചകം കൂടെ നിന്ന് ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ നിങ്ങളൊരു മണിക്കൂറെങ്കിലും, ആഴ്ചയിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും നിങ്ങൾ മണ്ണിൽ, നിങ്ങൾക്ക് വലിയ മുറ്റങ്ങളൊന്നും കാണത്തില്ല, അപ്പോൾ ചെറിയ മുറ്റങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ചെറിയ ചെറിയ ചെടികളൊക്കെ നട്ടുകിളിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ അടുക്കളയിൽ കയറണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ വൃത്തിയും വീറുള്ള സ്ഥലം ഏതാണ്? നമ്മുടെ വീട്ടിൽ അടുക്കളയാണ്. ഏറ്റവും അടുക്കും ചിട്ടയുള്ള സ്ഥലം ഏതാണ്? അടുക്കളയാണ്. ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, അതായത് ഏറ്റവും നല്ല പ്രാർത്ഥന നടക്കുന്ന സ്ഥലം അടുക്കളയാണ്. കാര്യം, ഉണ്ടാക്കുന്ന ആഹാരം മറ്റുള്ളവർക്ക് കേടുപാടില്ലാതെ കിട്ടണേ എന്ന പ്രാർത്ഥനയോടുകൂടി ചെയ്യുന്ന അഗ്നിശുദ്ധിയുള്ള സ്ഥലമാണ് അടുക്കള. അവിടെ കയറി അത്യാവശ്യം പാചകമൊക്കെ അടുക്കി പറിക്കുന്ന ഒരു കുട്ടി വൃത്തിയും വീറുമായിട്ട് മാറും. അവരുടെ മനസ്സ്, അവരുടെ പ്രകൃതം, അതൊക്കെ ഓട്ടോമാറ്റിക്കലി മാറും. അതുപോലെ തന്നെ നിങ്ങൾ മണ്ണിൽ പണിയെടുക്കുമ്പോൾ, നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ നടാൻ കൊണ്ട് ചെല്ലുന്ന 2 വഴുതനയുടെ തൈ എന്ന് വെച്ചു. അപ്പോൾ ആ വഴുതനയുടെ തയ്യാ കൊണ്ട് ചെല്ലുന്നത്, നമ്മൾ 2 വഴുതനയും കൂടെ ഒരെണ്ണത്തിന് ഒരു മൂട്ടിലോട്ടല്ല വെക്കുന്നത്, നമ്മൾ ഒരു ഗ്യാപ്പിൽ വെക്കുന്നു. അപ്പോൾ ഒരു 3 മൂട് വഴുതന വെക്കുമ്പോൾ ഒരു അളവ് ഗ്യാപ്പ് വെക്കുന്നത്. എന്താ കാര്യം? കുഞ്ഞ് തയ്യല്ലേ, നമ്മൾ കൊച്ചു തയ്യായിരിക്കും കൊണ്ട് ചെല്ലുന്നത്. അതെന്തിനാണ് ഇത്രയും ദൂരെ വെക്കുന്നത്? ഒരിക്കൽ ഒരു മോൻ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്. അപ്പോൾ എന്തിനാണ് ഇത്ര ദൂരെ ഗ്യാപ്പിട്ട് വെക്കുന്നത്? മക്കളെ, ഒരു 2 മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ വഴുതന, നമ്മൾ ഇത്രയുള്ളൊരു വഴുതന ഈ പൊക്കത്തിൽ വളർന്ന് അതിനകത്ത് കായ്കളൊക്കെ വരുമ്പോൾ അതിൻ്റെ വേരുകൾ വികസിക്കും. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന വഴുതനയായാലും അതുപോലെ തന്നെ കിട്ടണം. അതുപോലെ വെണ്ടയായാലും ഒക്കെ. ഇനി ഒരു മരമാണ് നടന്നെങ്കിൽ ഒരിക്കലും ആ മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് വേറൊരു മരം നടില്ല. നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ മരം കുറേ കാലങ്ങൾ കഴിയുമ്പോൾ വലിയ മരമായി മാറുമ്പോൾ അതിൻ്റെ വേരുകൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് പോയിക്കൊണ്ടിരിക്കും. ആ ഉയർച്ചയ്ക്കനുസരിച്ചുള്ള വ്യാപ്തി, ഒരു ഏറിയ അതിന് തരണം ചെയ്യേണ്ടത് ആവശ്യമുള്ളതാണ്. ഇത് തന്നെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ. നിങ്ങളിപ്പോൾ കാണേണ്ടത്, നിങ്ങൾക്ക് ഈ കിട്ടുന്ന അവസരങ്ങൾ, അതായത് ഞാൻ പറഞ്ഞു എക്സാമിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതൊരു അവസരമാണ്. ആ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഭാവിയിൽ ഒരു 28 വയസ്സൊക്കെ കഴിഞ്ഞ് ജീവിതത്തിൻ്റെ LKGയിലേക്ക് കയറിത്തണം. ഇതുവരെ നിങ്ങൾ ജീവിതത്തിലേക്ക് LKG കയറിയിട്ടില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ LKGയിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതുപോലെ വൻ മരമായി വികസിച്ചിങ്ങനെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലെ ആ ഒരു ചിന്താഗതിയിലൂടെ മുന്നോട്ട് പോകുന്ന തരത്തിൽ നിങ്ങൾ എത്തിപ്പെടണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ അടുക്കളയിലും മണ്ണിനെയും ഒപ്പം ഇഷ്ടപ്പെടണം. നിങ്ങളുടെ ആഴ്ചയിൽ ഒരിക്കൽ, ഇപ്പം അല്ലെങ്കിൽ ഈ സ്കൂൾ അവധിയുള്ള സമയങ്ങളിലൊക്കെ അമ്മ പാചകം ചെയ്യുമ്പോൾ ചുമ്മാ കൂടെ ചെന്ന് നിൽക്കണം. അല്ലെങ്കിൽ മുത്തശ്ശിമാരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. കാര്യം പഴയ നല്ല നാടകൻ ശീലുകളൊക്കെ എന്തൊക്കെ ഇടണം, ഏതൊക്കെ ഇടണം, അതൊക്കെ മനപ്പാടമായിട്ട് തന്നെ ഇടുന്നത്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഈ അടുക്കി പറക്കി വൃത്തിയും മീറുമായിട്ട് പോകുന്ന കുട്ടികളാണ് ഏറ്റവും മഹത്വമുള്ള കുട്ടികളായിട്ട് മാറുന്നത്. നമ്മൾ ചിന്തിക്കണം, നമ്മളിവിടെ ഒരു മഹാത്മാവിനെ ചിത്രീകരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന മരങ്ങൾ നട്ടിട്ടുള്ള അതിൻ്റെ ഫലങ്ങളെല്ലാം നമുക്ക് തന്നിട്ടുള്ളവരെല്ലാം മഹാന്മാരാണ്. അതുപോലുള്ള മഹാന്മാരും മഹതികളുമായി എൻ്റെ മക്കൾ മാറണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അടുക്കളയിലേക്ക്, അതായത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പാചകം ചെയ്യുന്ന അമ്മയുടെ കൂടെ കയറി അടുക്കും ചിട്ടയായിട്ട് പാചകം ചെയ്യുന്ന രീതികളൊക്കെ പഠിച്ച് എടുക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പ്രകൃതിയിലേക്കും ഇറങ്ങി ആ മണ്ണിനെ ഇഷ്ടപ്പെടാനും, ആ മണ്ണിനകത്ത് എന്തെങ്കിലുമൊക്കെ നട്ട് കിളിപ്പിക്കാനും, ഒപ്പം തന്നെ കിളിപ്പിക്കുന്നത് നമ്മൾ പരിചരിക്കാനും, നമ്മൾ അതിനെ കിളിത്ത് വരുന്നതിനെ നമ്മൾ പരിചരിച്ചെടുത്തുകൊണ്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മൾ പിറന്നു വീണപ്പോൾ നമ്മളെ എങ്ങനെയാണ് നമ്മുടെ അച്ഛനമ്മമാർ നോക്കിയത്. അത് എളുപ്പം മനസ്സിലാവാൻ നമ്മളൊരു ഇപ്പം വെണ്ടയ്ക്കയുടെ ഒരു അരി ഇട്ടിട്ട് അതിങ്ങനെ കിളിച്ച് വരുമ്പോൾ അതിനകത്ത് പുഴുവൊക്കെ കയറുമ്പോൾ അതൊക്കെ മാറ്റി അതിന് വേണ്ടുന്ന വളമൊക്കെ ചെയ്ത് കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന് അത് വെണ്ട കായ്ച്ച് ഇങ്ങനെ വന്നിരുമ്പോൾ അത് പറിച്ച് കൊണ്ടുവച്ച് നമ്മൾ പറഞ്ഞ അടുക്കളയിൽ പാചകം ചെയ്ത് കഴിക്കുമ്പോഴാണ് നമ്മൾ അന്നേരം ബോധ്യപ്പെടും നമ്മുടെ അച്ഛനമ്മമാർ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തിയത്, നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് നമ്മുടെ ബാല്യകാലത്തൊക്കെ നമ്മളവർ കൊണ്ടു നടന്നത്, എന്തുമാത്രം സ്നേഹത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി. അപ്പോൾ അവരോട് നമുക്ക് തിരിച്ച് കൊടുക്കാൻ, അവർ തന്നതിൻ്റെ 100-1 പോലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ കൊടുക്കാൻ പറ്റുന്ന ഒന്ന് നമ്മുടെ കരിയർ വികസിപ്പിച്ച് കൊടുക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇനി പേരൻസിനോടും പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ അടുക്കളയിൽ കയറ്റണം. ഒപ്പം തന്നെ അതൊരു അടുക്കും ചിട്ടയായിട്ട് ആ കുഞ്ഞിന് മാറും. നിങ്ങൾ പോലും അറിയാത്തൊരു വലിയ മോട്ടിവേഷൻ അവിടെ നിന്ന് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കിട്ടും. ഒപ്പം തന്നെ മണ്ണിലും ഓരോന്ന് നടാനുള്ള രീതികളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കണം. അവിടെ
പിന്നെയും നിങ്ങളറിയാത്തൊരു വലിയ മോട്ടിവേഷൻ അവർക്ക് കിട്ടും. അത് പ്രകൃതി അവരിലേക്ക് അലിയും. ഒപ്പം ആ നന്മയുടെ ഒരു സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒക്കെ അംശം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ മക്കളിലേക്ക് എത്തിപ്പെടും. അതിന് തീർച്ചയായും നിങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, അടുക്കളയിലും ഈ അവസരം കിട്ടുമ്പോൾ, അതായത് സ്കൂൾ ഉള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ ട്യൂഷനുള്ള സമയങ്ങളിലോ ഒന്നുമല്ല, നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സമയങ്ങളിൽ പാചകം ചെയ്യുമ്പോൾ അമ്മ ഞാനും കൂടി ഇന്ന് കൂടെ ഒന്ന് പഠിക്കട്ടെ, അപ്പോൾ ഇന്ന് എന്തോ വെക്കുന്നത്, ഇന്ന് ഞാൻ ചേന തീയലുണ്ടാക്കുക, അപ്പോൾ അതിങ്ങനെ എന്തൊക്കെ ചേർത്ത് അമ്മ ഉണ്ടാക്കുക. അപ്പോൾ ഇത് നീ എനിക്ക് അലസോരപ്പെടുത്താതെ മാറി നിൽക്കുക, ഇറിറ്റേറ്റ് ചെയ്യുക, മാറി നിൽക്കുക എന്ന് പറയരുത്. അമ്മമാർ പറഞ്ഞു കൊടുക്കണം, കൊടുത്ത് പഠിപ്പിക്കണം. അതുപോലെ മണ്ണിൽ ജോലി ചെയ്യുമ്പോൾ അച്ഛനായാലും അമ്മയായാലും ചെയ്തുകൊണ്ട് എന്തെങ്കിലും എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത്, എന്തെങ്കിലും നട്ട് ഇടാനായ സമയത്ത് ഇടമോനെ ഇന്ന കാരണങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അത് നീ ഇങ്ങോട്ട് മാറി ഇന്ന് കളിക്കുന്ന വീട്ടിലാണ് കയറി വന്നിരിക്കുന്നതെന്ന് വഴക്ക് പറയാതെ അവരെ കൂടെ നിർത്തി ഇതൊക്കെ അറിയിപ്പിച്ച് വളർത്തിയെടുത്തുകൊണ്ട് വന്നാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭാവിയിൽ മഹത്വങ്ങളായി മാറും. അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ എൻ്റെ മക്കളോട് പറയാനുള്ളത്, അടുക്കളയെയും മണ്ണിനെയും നന്നായി ഇഷ്ടപ്പെടുക. നല്ല അടുക്ക് ചിട്ടയും വൃത്തിയും വീറും നിങ്ങൾക്ക് കിട്ടും. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ A+.